കോശിഷ് കർനെ വാലോം കി കബി ഹാർ നഹീ ഹോത്തി. പരിശ്രമിക്കുന്നവന് ഒരിക്കലും തോൽവി സംഭവിക്കില്ല. യെസ്, വെൽക്കം ബാക്ക് ടു ഏഗൺ ലേണിംഗ്. അപ്പൊ നമ്മുടെ ആദ്യത്തെ യൂണിറ്റുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഈ കോട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ യൂണിറ്റിൽ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? പ്രധാന സന്ദേശം എന്തായിരുന്നു? ജ്ഞാനാർജനായിരുന്നു, അറിവ് നേടുക എന്നുള്ളതായിരുന്നു അല്ലെ. ആദ്യത്തെ യൂണിറ്റിൽ 2 പാഠങ്ങൾ നമ്മൾ പഠിച്ചു. ഒന്ന് ഷഹൻഷാ അക്ബർ കോ കോൺ സിഖായേഗ എന്ന ലോകകഥയും അതുപോലെ ഗ്യാൻ മാർഗ് എന്നൊരു ഏകാംഗിയും. ഈ 2 പാഠത്തിലും കൂടെ നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് തന്നൊരു സന്ദേശം എന്തായിരുന്നു? അറിവ് നേടുക എന്നതിനെ കുറിച്ചാണ്, അറിവിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് അല്ലെ. അപ്പൊ സന്ദേശം ഇങ്ങനെയാണ്: ജ്ഞാനാർജൻ ജന്മ സേ ലേക്കർ മൃത്യു തക് ചൽനെ വാലി നിരന്തർ പ്രക്രിയ ഹെ. അറിവ് നേടുക എന്നത് ജനനം മുതൽ മരണം വരെ സംഭവിക്കുന്ന ഒരു നിരന്തരമായ പ്രക്രിയയാണ്. ഓക്കെ, ഈ ഒരു പാഠത്തിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണെന്ത്? ജ്ഞാനാർജൻ പർ ലേഖ്. അറിവ് നേടുക എന്ന വിഷയത്തെക്കുറിച്ച് ഒരു ടിപ്പണി അല്ലെങ്കിൽ ലേഖനം എഴുതാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ചോദ്യം വരികയാണെങ്കിൽ നമ്മൾ അതിന് ഉത്തരം എങ്ങനെ എഴുതണം? ഇതാണ് നമ്മൾ ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, നോക്കാം. ഹം ജന്മ സേ ലേക്കർ ജ്ഞാൻ പ്രാപ്ത് കർനെ ലഗ്തേ ഹെ. നമ്മൾ ജനനം മുതൽ ഓരോ തരത്തിലുള്ള അറിവുകളും നേടുന്നുണ്ട്. बचपन में अपने माँ बाप और परिवार से कुछ ज्ञान प्राप्त करके आगे बढ़ते हैं. കുട്ടിക്കാലം മുതൽ നമ്മൾ നമ്മുടെ വീട്ടുകാരിൽ നിന്നും കുടുംബത്തിൽ നിന്നൊക്കെ ഓരോ തരത്തിലുള്ള അറിവുകൾ നേടിയിട്ടാണ് മുന്നോട്ട് വരുന്നത്. फिर विद्यालय, समाज, प्रकृति, आसपास और सब कहीं से ज्ञान प्राप्त होते हैं. അതിനുശേഷം വിദ്യാലയത്തിൽ നിന്നും സൊസൈറ്റിയിൽ നിന്നും പ്രകൃതിയിൽ നിന്നും ചുറ്റുപാടിൽ നിന്നൊക്കെ ഒരുപാട് തരത്തിലുള്ള അറിവുകൾ നമ്മൾ നേടുന്നുണ്ട്. ഗുരു സേ ഹം ജ്ഞാൻ കാ മഹത്വ സമജ്തേ ഹെ. ഗുരുവിൽ നിന്നാണ് ജ്ഞാൻ, അറിവിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കുന്നത്. പുസ്തകോं की सहायता से हम अपने ज्ञान को बढ़ा सकते हैं. പുസ്തകങ്ങളുടെ സഹായത്തോടു കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ അറിവ് മെച്ചപ്പെടുത്തുന്നത്. ജീവൻ की हर घटना हमें कोई ज्ञान प्रदान करती है. ജീവിതത്തിലെ ഓരോ ഘടനയും നമുക്ക് ഓരോ തരത്തിലുള്ള അറിവുകൾ തരുന്നുണ്ട്. ഇസ്ലിയേ, അതുകൊണ്ടാണ് പറയുന്നത് ജ്ഞാനാർജൻ ജന്മ സേ ലേക്കർ മൃത്യു തക് ചൽനെ വാലി പ്രക്രിയ ഹേ എന്ന്. അറിവ് നേടുക എന്നത് ജനനം മുതൽ മരണം വരെ നടക്കുന്ന ഒരു പ്രക്രിയയാണെന്ന് അതുകൊണ്ടാണ് പറയുന്നത്. ജിൻകെ അന്തർ അപ്നെ ജ്ഞാൻ പർ അഹങ്കാർ നഹി ഹെ. ആരുടെ ഉള്ളിലാണോ ഞാൻ വലിയ അറിവുള്ളവനാണ് എന്നൊരു അഹങ്കാരം ഇല്ലാത്തത്, വഹി അസൽ മേ ബഡാ ജ്ഞാനി ഹെ, അവനാണ് ശരിക്കും ജ്ഞാനി എന്നാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ ജ്ഞാൻ കാ മഹത്വ അല്ലെങ്കിൽ ജ്ഞാനാർജൻ പർ ടിപ്പണി, ജ്ഞാൻ പർ ലേഖ്, ഈ ചോദ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഉത്തരം എഴുതി കൊടുത്താൽ മതി. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.